ജ്ഞാനത്തിലും വിവേകത്തിലും വളരുക. നല്ല സുന്ദരമായ ഒരു സബ്ജക്റ്റാണ് മക്കളെ. അതിന് നിങ്ങൾക്കറിയാവുന്ന ഒരു വാക്യം പറയാമോ? ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യമുണ്ടെന്ന് പറഞ്ഞേ. ഏതായിരിക്കും ആ വാക്യം? യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഇനി നമുക്ക് ഈ 3 വേർഡുകളൊന്ന് പഠിക്കാം. നിങ്ങളൊന്ന് കുറിച്ചോണം, അറിയാവുന്നവർ കുറിക്കണ്ട. ഒന്ന് വിസ്ഡം. വിസ്ഡം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അത്യാവശ്യമുള്ള നോട്ട് കുറിച്ചോണേ. വിസ്ഡം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ജ്ഞാനം. 2 നോളജ്, അതിന്റെ അർത്ഥം അറിവ്. 3 ഇന്റലിജൻസ്, അത് വിവേകം. ഇത് 3 സ്റ്റെപ്പുകളാണ്. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. വിസ്ഡം, നോളജ്, ഇന്റലിജൻസ്. ഒരുമിച്ചൊന്ന് പറഞ്ഞേ, ഉറക്കെ സൗണ്ട് കൂട്ടി പറഞ്ഞേ. വിസ്ഡം, നോളജ്, ഇന്റലിജൻസ്. ഇത് നമുക്ക് ഇനി ആദ്യം ഇന്റലിജൻസ് എന്തെന്ന് പഠിക്കാം. ഒന്നാമത് ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവികമായി ഒരു വിവേകം എല്ലാ കുഞ്ഞുങ്ങൾക്കും ജന്മനാ തന്നെ വിവേകം കിട്ടുന്നുണ്ട്. വിവേകമില്ലാത്ത ഈ ഭൂമിയിൽ ഒരു കുഞ്ഞുങ്ങൾ പോലും ഇല്ല. മക്കളെ, ഇടയ്ക്ക് ആരെങ്കിലും കയറി വരുമ്പോൾ നിങ്ങൾ ഇടം വരെ അങ്ങോട്ട് നോക്കരുത്, എങ്കിൽ എന്റെ ക്ലാസിന്റെ ആ ഒരു മൂഡ് മാറും. വിവേകം എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓൺ ബർത്തിൽ തന്നെ ദൈവം വിവേകം കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ മറ്റൊരു സ്റ്റെപ്പിലേക്ക് പോകുമ്പോഴാണ് നോളജ്. നോളജ് എന്ന് പറഞ്ഞാൽ എന്താ? നോളജ് എന്ന് പറഞ്ഞാൽ എന്താ? അറിവ്. ഇത് രണ്ടും മാനുഷികമായി കയറി വരുന്നതാണ്. പക്ഷെ ഇതിന്റെ 3ാമത്തെ ഒരു സ്റ്റെപ്പാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അത് ബൈബിളിൽ നമുക്ക് ഒരാൾക്ക്, ഒരു പ്രവാചകന് നമ്മളൊരു ടൈറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഏത് പ്രവാചകനാ? ജ്ഞാനിയായ, പറഞ്ഞേ, ജ്ഞാനിയായ ശലോമോൻ. ശലോമോൻ ദൈവത്തോട് ഒരു പ്രാർത്ഥന ചോദിച്ചു, ഒരു ആവശ്യം പ്രാർത്ഥനയായിട്ട് പറഞ്ഞു. യഹോവേ, എനിക്ക് ശത്രു സംഹാരമോ പുത്രസമ്പത്തമോ ധനമോ മാനമോ ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഈ ജനത്തെ നയിക്കുവാനുള്ള വിവേകമുള്ള ഒരു ഹൃദയം നീ എനിക്ക് തരണം. അപ്പോൾ അവിടെ ജ്ഞാനിയായ ശലോമോനോട് പറഞ്ഞ ഒരു മറുപടി കൂടി ഉണ്ട്. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പുണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിനക്ക് ശേഷം ഉണ്ടാകുകയില്ല. ശരിക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാം ഇന്നിവിടെ കടന്നു വന്നത് തന്നെ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ നാമത്തിലുള്ള ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ദൈവിക ജ്ഞാനത്തിലെ ഒരു പരിശുദ്ധന്റെ ദൈവിക അറിവിലൂടെ സഭയെ ദൈവിക പ്രകാശത്തിലെത്തിച്ച ഒരു പരിശുദ്ധന്റെ നാമത്തിലുള്ള പ്രസ്ഥാനം നിങ്ങളെല്ലാ കുഞ്ഞുങ്ങളും വന്നിരിക്കുമ്പം ഒരു ക്ലാസ്സും നിങ്ങൾ കേട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഉയരത്തിൽ നിന്ന് നല്ലൊരു പ്രകാശം കിട്ടും. അപ്പൊ അതിന് ഞാൻ ഉദാഹരണം പറയാം. ഈ മദ്ബായ കയറുന്ന കുഞ്ഞുങ്ങൾ വെള്ളക്കുപ്പായ ഇട്ട് ഇപ്പൊ ഈ 7 ദിവസമൊക്കെ കുമ്പിട്ട് അച്ഛന്മാരോടൊപ്പം നിന്ന് ഉയർപ്പിന്റെ അന്ന് ശുശ്രൂഷക്കാരൊരു ഫോട്ടോ എടുക്കും അച്ഛന്മാരുടെ കൂടെ. ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും അവരുടെ മുഖത്ത് എന്ത് കാണും? പറഞ്ഞേ, ഒരു പ്രകാശം കാണും. അതുകൂടാതെ നിങ്ങൾ OVBS 7 ദിവസം 8 ദിവസം വന്നു. അവസാനം പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോ എല്ലാ പാട്ടും പഠിക്കണമെന്നില്ല, എല്ലാ വാക്യവും പഠിക്കണമെന്നില്ല. ഇവിടെ എല്ലാം നമ്മളെ ആവരണം ചെയ്യുന്ന അതിന്റെ പേരാണ് പ്രാണി ഹീലിംഗിൽ പറയും ഓറ. ഓറ അതായത് ഒരു നമ്മുടെ തലയ്ക്ക് ചുറ്റും ഒരു പ്രകാശം വരും. നമ്മൾ ഈ ഫോട്ടോ കണ്ടിട്ടില്ലേ? പരിശുദ്ധന്മാരുടെയും പരിമല തിരുമേനിയുടെയും മാതാവിന്റെ എല്ലാം ഫോട്ടോയുടെ മോളെ ശ്രദ്ധിക്കണേ, അച്ഛനെ നോക്കണം, കുഞ്ഞുങ്ങൾ വന്നിരുന്നോട്ടെ. പരിമല തിരുമേനിയുടെ എല്ലാം തലയുടെ ചുറ്റും ഒരു ഓറയുണ്ട്. അതെങ്ങനെ കിട്ടുന്നത്? ഈ ജ്ഞാനത്തിലൂടെ കിട്ടുന്നത്. ഇനി ഈ അറിവ് കിട്ടുവാൻ നമുക്ക് 2 സംഭവങ്ങൾ, അത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പഠിക്കാം. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുക്കാവുന്നത് യേശു ക്രിസ്തുവിന്റെ യെരുശലേം ദേവാലയത്തിലെ പെരുന്നാളിനെ സംബന്ധിച്ച അത് സുവിശേഷത്തിൽ എവിടാ പറയുന്നത്? ഒരുമിച്ചൊന്ന് പറഞ്ഞു. കർത്താവ് യെരുശലേം ദേവാലയത്തിൽ പെരുന്നാളിന് പോയത് ഏത് സുവിശേഷത്തിലാ പറയുന്നത്? പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. 4 സുവിശേഷത്തിലേ ഉള്ളൂ. അതിലെവിടാ പറയുന്നത്? ഏതെങ്കിലും ഒന്ന് പറ മക്കളെ. ഒരു സുവിശേഷം അറിയത്തില്ല, ഏതാണെന്ന് പറ. മാർക്കോസ് 12 കാര്യങ്ങൾ അറിയാം. ഇനി അടുത്ത ഏതാ? മത്തായി. ഇനി 2 എണ്ണൂടെ ഉള്ളു, പറഞ്ഞു. ലൂക്കോസ് ഇനി 1 ഉള്ളു. ഏതാ? അതിനെ കൺഫേം ചെയ്ത് പറയാം ഏതിലാ പറയുന്നതെന്ന്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. അപ്പോൾ യേശു യെരുശലേം ദേവാലയത്തിൽ പെരുന്നാളിന് പോയത് നമ്മുടെ ഈ സബ്ജക്റ്റുമായിട്ട് വളരെ കണക്ഷനാണ്. അതായത്
ദേവാലയത്തിൽ പോയിട്ട് മാതാപിതാക്കൾ തിരികെ പോയി. തിരികെ പോയിട്ട് തിരികെ വന്നപ്പോൾ യേശുക്രിസ്തു എവിടെ ഇരിപ്പുണ്ട്? ദേവാലയത്തിനുള്ളിൽ ഇരിപ്പുണ്ട്. ആ സമയത്ത് ഈ മാതാപിതാക്കന്മാരോട് പറയുന്ന ഒരു മറുപടിയാണ്, ഞാൻ എൻ്റെ യഹോവയുടെ ആലയത്തിൽ ഇരിക്കേണ്ടവനല്ലയോ? ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കേണ്ടവനല്ല. അപ്പോൾ ജ്ഞാനത്തിലും വിവേകത്തിലും വളരേണ്ട പ്രിയപ്പെട്ട സഭയിലെ കുഞ്ഞുങ്ങൾ ഓർക്കേണ്ടത്, ആദ്യം നമ്മൾ എവിടെ ഇരുന്ന് പഠിക്കണം? ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഒരുമിച്ചൊന്ന് പറഞ്ഞേ, ഒരുമിച്ച് ഉറക്കെ പറഞ്ഞേ, ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടും ദൈവത്തിന്റെ അടുത്തിരുന്നും വളരുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ശരിക്കും ദൈവിക അറിവിൽ വളരാൻ പറ്റൂ. ഞാനൊരു ചോദ്യം ചോദിക്കും, പെട്ടെന്ന് അതിന് മറുപടി പറഞ്ഞു. ഈ ഹാൻഡ് ഏതാ? ഈ കൈ ഏതാ? അതെല്ലാരും കറക്റ്റ്. ഇത് ലെഫ്റ്റ് ഹാൻഡ്. ഈ കൈ ഇവിടെ നിന്ന് മാറിക്കടന്നാൽ ഏത് കൈയാ? പറ. എന്റെ കൈ ഇവിടെ നിന്ന് മാറിക്കടന്നാൽ ഏത് കൈയാ? പറ മക്കളെ. അത് കൈ അല്ല. ആണോ? കൈ ആണോ? നമ്മൾ പറയാം ലെഫ്റ്റ് ഹാൻഡ്. ലെഫ്റ്റ് ഹാൻഡ് അല്ല. നമ്മുടെ ബോഡിയിൽ ഇരിക്കുമ്പോൾ മാത്രമേ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ കുഞ്ഞുങ്ങൾ എപ്പോഴും ഓർക്കണം, എവിടെ പോകുമ്പോഴും, പരീക്ഷയ്ക്ക് പോകുമ്പോഴും, എവിടെ പോകുമ്പോഴും. ഇപ്പൊ കണ്ടിട്ടില്ല, എക്സാം ആകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ തലയ്ക്ക് പിടിച്ച് കുർബാനയും കൊള്ളും, തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കും. അത് ചെയ്യരുത് കേട്ടോ. എന്നെ നോക്കി എല്ലാവരും കുർബാന കൊണ്ടിട്ട് എന്ത് ചെയ്യരുത്? തലയ്ക്ക് പിടിച്ച് അന്ന് ആ ദിവസം എന്താ കാര്യം എന്നറിയാമോ? നമ്മുടെ ഉള്ളിൽ ആരാ കിടക്കുന്നത്? യേശു. കുർബാന കൊണ്ടിട്ട് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കണ്ട. പക്ഷെ ഇപ്പം കുഞ്ഞുങ്ങൾ കുർബാന കൊള്ളും, തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കും, പേന പ്രാർത്ഥിക്കാൻ വരും, പെൻസിൽ കൊണ്ടുവരും, ഹാൾ ടിക്കറ്റ് കൊണ്ടുവന്ന് ഇനി എന്നാ ഡെസ്കും ബെഞ്ചും കൊണ്ടുവരുന്നതെന്ന് അറിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്കങ്ങ് വിശ്വാസം കൂടി കൂടി അന്ധവിശ്വാസമായി. മക്കളെ, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോഴും എവിടെ പോകുമ്പോഴും ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഒരുമിച്ചൊന്ന് പറഞ്ഞേ, ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഞാൻ എൻ്റെ യഹോവയുടെ ആലയത്തിൽ ഇരിക്കേണ്ടവനല്ലയോ? ഇപ്പൊ നമ്മള് ചില കുഞ്ഞുങ്ങൾ ഇപ്പൊ എന്റെ പള്ളിയിൽ തന്നെ ഈ മോളുമാരൊക്കെ പറഞ്ഞു കൊടുത്ത് സന്ധ്യാനമസ്കാരത്തിന് നേരത്തെ വന്ന് അവളങ്ങിരിക്കും. അതൊരു അറിവുണ്ടെങ്കിലേ പറ്റൂ. ഇപ്പൊ നിങ്ങളെല്ലാം ഓർക്കണം മക്കളെ, പള്ളിയോടെ ചേർന്നിരുന്നും പള്ളിയിൽ ഇനി ഞാൻ ചോദിക്കുക, ഏറ്റവും വലിയ സൗന്ദര്യമുള്ള സ്ഥലം എവിടാ? പറ. അതുകൊണ്ടാ പറയുന്നത്, സൈന്യങ്ങളുടെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം. സൈന്യങ്ങളുടെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം. എന്റെ ഉള്ള യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. ചില കുഞ്ഞുങ്ങൾ പറയും, അച്ഛാ എനിക്ക് എവിടെങ്കിലും പോയാൽ ഓർത്തഡോക്സ് സഭയിൽ പള്ളി ഉള്ളിടത്ത് പഠിക്കാൻ പോകണം. കേട്ടിട്ടുണ്ടോ? പിന്നെ പറഞ്ഞു പറഞ്ഞു വന്നിട്ടോ, എന്നെ കെട്ടിക്കുന്നെങ്കിൽ, ഇപ്പൊ ആരെയും കെട്ടിക്കണ്ട, എന്നെ കെട്ടിക്കുന്നെങ്കിൽ എവിടെ ആയിരിക്കണം? പറ മക്കളെ. അതിനൊരു ഗുണമൊക്കെ ഉണ്ട്. ഇപ്പൊ അത് തൽക്കാലം. കാരണം നമ്മള് ദൈവം, പരിശുദ്ധന്മാരെ, ത്രോണോസ്, ഇതിന്റെ എല്ലാം ഒരു ദൈവിക പ്രകാശം അനുഭവിച്ച കുഞ്ഞുങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ, അതിന്റെ അർത്ഥം മറ്റ് സഭകൾ സാഹചര്യങ്ങൾ പോലെ ആകട്ടെ, പക്ഷെ നമുക്ക് ഇതിന്റെ ഒരു മണം കിട്ടിയാൽ, ദൈവിക സൗന്ദര്യമുള്ള സ്ഥലമാണ് പള്ളി. അത് അറിവുണ്ടെങ്കിലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും വലിയ മണം ഏതാ? ഏത് സ്പ്രേയുടെ മണം? പെട്ടെന്ന് പറ. പള്ളി പോകുമ്പോ ഒരു മണം വരൂല. ഏത് മണോ? കുന്തിരിക്കുന്നതിന്റെ മാത്രമല്ല മക്കളെ, മൂറോനും കൂടെ ചേർന്ന് മിക്സ് ചെയ്ത മണം. അതുകൊണ്ടാണ് ഈ മാമോദീസയെ കഴിയുമ്പോൾ ആ കുഞ്ഞിന്റെ പുറത്ത് തന്നെ ആ മണമായിരിക്കും എന്നറിയാമോ? നിങ്ങൾ സ്പ്രേ ഒക്കെ ഉപയോഗിച്ചു, പക്ഷെ 90% സ്പ്രേയും നമ്മുടെ ബോഡിക്ക് കേടാ. പക്ഷെ ദൈവിക സൗന്ദര്യം, ദേവാലയത്തിലേക്ക് വന്ന അമ്മമാരുടെ ഡ്രസ്സിനൊക്കെ എന്നെ മണമായിരിക്കും എന്നറിയാം. അപ്പോൾ അതുപോലെ നമ്മൾ ഓർക്കണം, ഏറ്റവും വലിയ സൗന്ദര്യം എവിടെയാണ്? ദേവാലയത്തിൽ. ഏറ്റവും വലിയ മണം എവിടെയാണ്? ദേവാലയത്തിന് മണം. ഏറ്റവും നമുക്ക് സമാധാനം കിട്ടുന്നത് എവിടെയാണ്? ദേവാലയത്തിൽ തന്നെ. ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് എവിടെയാണ്? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ യഹോവയുടെ ആലയത്തിൽ ഇരിക്കേണ്ടവനല്ലേ. രണ്ടാമത്, യേശു പെരുന്നാളിന് പോയി. ശ്രദ്ധിക്കണേ മക്കളെ, യേശു പെരുന്നാളിന് പോയപ്പോൾ, ഇപ്പം വന്ന കുഞ്ഞുങ്ങളെ അച്ഛനെ ശ്രദ്ധിച്ചേ, യേശു പെരുന്നാളിന് പോയപ്പോൾ യേശു ആരോടാ ഇടപെട്ടത്? പറഞ്ഞേ, ആരോട് ഇടപെട്ട്? ഇവര് ചെന്നപ്പോ ആരുടെ അടുത്തിരിക്കുക? ശാസ്ത്രിമാരുടെയും ശാസ്ത്രിമാരുടെയും അതുപോലെ ജ്ഞാനികളുടെ നടുവിൽ ഇരുന്നിട്ട്. ഇനി മറ്റൊരു കാര്യം, ജ്ഞാനവും അറിവും നമ്മൾ മനസ്സിലാക്കുക. യേശു ക്രിസ്തു അനേകരെ പഠിപ്പിച്ചു. ഈ കുഞ്ഞുങ്ങൾ അവിടെ ഇവിടെ ശ്രദ്ധിക്കുന്നു. യേശു ക്രിസ്തു അനേകരെ പഠിപ്പിച്ചു. മറ്റൊരു കാര്യം നിങ്ങൾക്ക് പറയാമോ?
യേശു മറ്റുള്ളവർ പഠിപ്പിക്കുന്ന ശ്രദ്ധയോടെ കേട്ടിരുന്നു. യേശു ആരാ യഥാർത്ഥത്തിൽ നിങ്ങൾ പറയാമോ? സൺ ഓഫ് ഗോഡ്, സൺ ഓഫ് മാൻ. ഒരുമിച്ച് പറഞ്ഞേ. അയ്യോ, ഓർക്കം വരുന്നു. ഒരുമിച്ച് പറ. ഒന്നുകൂടെ പറഞ്ഞേ. ഇനി അച്ഛൻ പറയുന്നതിനകത്ത് നിങ്ങൾ കണക്ട് ചെയ്ത് പറയണം. യേശു വിശന്നെന്ന് പറഞ്ഞു. സൺ ഓഫ് ഗോഡോ സൺ ഓഫ് മാനോ? യേശു കാറ്റിനെ ശാന്തമാക്കി. സൺ ഓഫ് ഗോഡോ സൺ ഓഫ് മാനോ? ആ, ബുദ്ധിയുണ്ട്. യേശു കടൽമേൽ നടന്നു. യേശു കരഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അറിയാം. എന്നാൽ നമുക്ക് അതിന് അനുവാദമില്ല. അങ്ങനെ പറയരുത്. എന്താ കാര്യം എന്നറിയാമോ? മോനെ ഫ്രണ്ടിൽ ഞാൻ എടുത്തോട്ടെ, സ്റ്റില്ലായിട്ടങ്ങ് വെച്ചാൽ മതി. എന്താ കാര്യം എന്നറിയാമോ? യേശു കരഞ്ഞതിനെയോ യേശു അത്ഭുതം പ്രവർത്തിച്ചതിനെയോ ഒന്നും സെപ്പറേറ്റ് ചെയ്യാനൊക്കത്തില്ല. അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും. അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്നായി ചേരുന്നതാണ് യേശു തമ്പുരാൻ. അപ്പൊ നമ്മൾ ഇനി നിങ്ങൾ മേലാൽ ഇങ്ങനെ പറയണ്ട. വിശന്നത് സൺ ഓഫ് മാൻ, കടൽ നടന്ന സൺ ഓഫ് ഗോഡ്, അത്ഭുതം പ്രവർത്തിച്ച സൺ ഓഫ് ഗോഡ്, ഉയർത്തെഴുന്നേറ്റത് എന്താ? സൺ ഓഫ് ഗോഡ്. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനൊക്കത്തില്ല. സൺ ഓഫ് മാനും സൺ ഓഫ് ഗോഡും ദൈവം തമ്പുരാൻ ഒരുമിച്ചുള്ളതാണ്. എന്നാൽ കർത്താവ് നമുക്ക് തരുന്ന വലിയൊരു ഗുണപാഠമാണ്. നമുക്ക് എത്ര അറിവുണ്ടെങ്കിലും മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം. അതാ തിരുവചനം പറയുന്നത്. കേൾക്കുവാൻ വേഗതയും, അടുത്ത് പറഞ്ഞ മക്കളെ, പറയുവാൻ താമസവും. ഒന്ന് പറഞ്ഞേ. കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവും. അപ്പോൾ ഇനി ഈ പെരുന്നാളിന് യേശു പോയി. ആദ്യം കർത്താവ് പറഞ്ഞ എന്താ? ഞാൻ എന്റെ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടവനല്ലേ. രണ്ടാമത് യേശു ഇരുന്ന ആരോടാ? അറിവുള്ളവരോടാ. ഇപ്പൊ നിങ്ങൾ നമ്മുടെ പള്ളി പെരുന്നാളിന് പോയാൽ, എന്നെ നോക്കി, നിങ്ങൾ നമ്മുടെ പള്ളിയുടെ പരുമല പോയി, അല്ലെങ്കിൽ മണർകാട് പോയി, നമ്മുടെ പള്ളിയുടെ പെരുന്നാളിന് അവിടെ ബലൂണുണ്ട്, ചെണ്ടയടിയുണ്ട്, കുർബാനയുണ്ട്, ഇതെല്ലാം ഉണ്ട്. നിങ്ങൾ എവിടെ നിൽക്കും? ഇപ്പം പലപ്പോഴും 8:45 കഴിഞ്ഞ് പള്ളി ചില ഡിസ്പ്ലേ ഉണ്ട്. ദൈവമേ, നമ്മുടെ കുഞ്ഞുങ്ങൾ അതിന്റെ കൂടെ കിടന്ന് തുള്ളുന്ന കാണണം. പിന്നെ കൈ ഉയർത്തി, കാല് ഉയർത്തി. ഇപ്പൊ നമുക്കെല്ലാം വേണ്ടത് എന്റർടൈൻമെന്റ്. മക്കളെ ഓർക്കണം, ഒരു പരിധി കഴിഞ്ഞുള്ള എന്റർടൈൻമെന്റ് എല്ലാം നമുക്ക് അപകടമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമ മലയാളമാണോ തമിഴാണോ? പറ. ആണോ? ഓക്കെ. ഈ തമിഴ് സിനിമകളൊക്കെ നമ്മൾ കാണുന്നത് ഭയങ്കര തുള്ളിച്ചാട്, പേക്കൂത്തുന്ന ഇതിനൊക്കെ ഒരു പരിധി വരെ പറയുന്നത്. ഒരു പരിധിയായിട്ട് നമ്മൾ ഓർക്കണം, ഒരു എന്റർടൈൻമെന്റ് ആവശ്യമാണ്. പക്ഷെ നമ്മൾ എപ്പോഴും അറിവ് സമ്പാദിക്കണം. അറിവ് ദൈവം നമുക്ക് തരും. ഇനി നമ്മൾ എത്ര പഠിച്ചാലും ഞാൻ ചോദിക്കുക, ഈ അറിവിനെ എങ്ങനെയാ നമ്മൾ ദൈവികമാക്കി തീർക്കുന്നതെന്ന് അറിയാമോ? ഇപ്പൊ നിങ്ങൾ 10ാം ക്ലാസ്സിൽ നല്ല റാങ്കോട് കൂടി ജയിച്ചു. ഇപ്പൊ ഒരു കൊച്ചിന് IAS റാങ്ക് കിട്ടിയില്ലേ? നോക്ക്, ആ മോൾ എന്റെ അടുത്ത് വന്ന് 2 പ്രാവശ്യം പാട്ടൊക്കെ പഠിച്ചിട്ട് പോയതാ. അപ്പോളേ ഈ മോള് ജയവും വന്നു, പരാജയവുമുണ്ട്, വിജയവുമുണ്ട്. ദൈവിക ജ്ഞാനമുള്ളവർ പരാജയത്തിലും വിജയത്തിലും ഒരുപോലെ നിലപാടെടുക്കുന്നവരായിരിക്കും. അവിടെ നിങ്ങൾ ആ 2 വേർഡ് കുറിച്ചോണം. ട്രസ്റ്റ് ഇൻ ദി ലോർഡ്, ഡിലൈറ്റ് ഇൻ ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ മക്കളെ, ഉറക്കെ പറ. ട്രസ്റ്റ് ഇൻ ദി ലോർഡ്. ദൈവിക അറിവുള്ള കുഞ്ഞുങ്ങൾ, ദൈവിക ജ്ഞാനത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് 2 ക്വാളിറ്റി വേണം. ഒരുമിച്ച് എന്നോട് ഉറക്കെ പറഞ്ഞേ. ട്രസ്റ്റ് ഇൻ ദി ലോർഡ്. ഉറക്കെ പറ. ഇവിടെ ബോയ്സ് മാത്രം പറഞ്ഞ് ട്രസ്റ്റ് ഇൻ ദി ലോർഡ്. നിങ്ങൾ പറഞ്ഞേ. നിങ്ങൾ ഡിലൈറ്റ് ഇൻ ദി ലോർഡ് പറഞ്ഞു. ഡിലൈറ്റ് ഇൻ ദി ലോർഡ് പറഞ്ഞേ. ഇവിടെ 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 ട്രസ്റ്റ് ഇൻ ദി ലോർഡ് പറഞ്ഞേ. ട്രസ്റ്റ് ഇവിടെ ട്രസ്റ്റ് ഇൻ ദി ലോർഡ്, ഡിലൈറ്റ് ഇൻ ദി ലോർഡ്. ദൈവത്തിൽ ആശ്രയവും ദൈവത്തിൽ ആനന്ദവും കിട്ടും. ഇപ്പം ദൈവോന്മോഹമായിരിക്കുമ്പം, ദൈവത്തിന്റെ അടുത്തിരിക്കുമ്പോൾ, ദൈവിക ജ്ഞാനത്തിൽ വളരുമ്പം ദൈവിക സന്തോഷവും കിട്ടും. അതുപോലെ തന്നെ ദൈവിക ആശ്രയവും കിട്ടും. ഇനി മൂന്നാമത്, യെരൂശലേം ദേവാലയത്തിൽ പെരുന്നാളിന് പോയ യേശുവിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. 1, യഹോവയുടെ ആലയത്തിൽ ഇരിക്കേണ്ടവനല്ലയോ. 2, എവിടെ യേശു ആരുടെ കൂടെ സംസർഗം ചെയ്തത്? അറിവുള്ളവരോടുകൂടെ. 3, ഈ സമയത്ത് മാതാപിതാക്കൾ വന്നപ്പം യേശു എന്താ ചെയ്തത്? അവരെ, യേശുവിനെ കുറിച്ച് പറയുന്നത്, മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടു, അവരുടെ കരം പിടിച്ചു പോയി, മാതാപിതാക്കന്മാരെ അനുസരിച്ചു. മക്കളെ, നമ്മൾ എത്ര വളർന്നു വന്നാലും
മാതാപിതാക്കന്മാരെ അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വിജയം കിട്ടില്ല. മനസ്സിലായി? ഇപ്പൊ സ്കൂളിൽ പോകുമ്പോഴും അതുപോലെ എക്സാം എഴുതാൻ പോകുമ്പോഴും വീട്ടിലൊക്കെ അമ്മയമ്മമാരോടൊപ്പം തന്നെ മുതിർന്ന പ്രായമുള്ള അപ്പച്ചനമ്മച്ചമാരില്ലേ? ചില വീട്ടിലൊക്കെ ചില പേരൻസ് അവരോടൊക്കെ സംസാരിക്കുന്നതിന് വിലക്ക് കൊടുക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അവരുടെ കാലെ തൊട്ട് അവരോട് അനുവാദം ചോദിച്ച്, കാരണം ഉള്ളിലെങ്കിലും എന്റെ കുഞ്ഞ് നന്നായി വരുമെന്ന് ചിന്തിച്ചാൽ മാത്രം അത് നിങ്ങൾക്ക് ഉയർച്ച കിട്ടും. മറിച്ച് അമ്മയപ്പന്മാർ ഗുണം പിടിക്കില്ല എന്ന് ചിന്തിച്ചാൽ മക്കളെ നമ്മൾക്ക് ഒരിക്കലും ഉയർച്ച വരത്തില്ല. മനസ്സിലായോ? മാതാപിതാക്കന്മാരോട് വഴക്കുണ്ടാക്കാത്ത കുഞ്ഞുങ്ങളൊന്ന് കൈ ഉയർത്തിയാട്ടെ. നിങ്ങളെ ഞാൻ ഒന്ന് കൈയടിച്ച എല്ലാവരും ഒരുമിച്ച്. കാരണം സത്യം പറഞ്ഞു കേട്ടോ, സത്യം പറഞ്ഞ എല്ലാ കുഞ്ഞുങ്ങളും. എന്നാൽ ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നെങ്കിലും ഞങ്ങളുടെ അമ്മയപ്പന്മാരോട് സ്നേഹമാണെന്നുള്ള ഒരു കൈപൊക്കി. പള്ളിയിൽ നിന്നുകൊണ്ട് കള്ളമൊന്നും പറയല്ലേ, കൈതാത്തിട്ടോ. വെരി ഗുഡ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ ഒരു പാട്ടുണ്ടല്ലോ, അതായത് എന്ത് പറഞ്ഞാലും എന്റെ അമ്മയ്ക്കും അപ്പനും ഞാനാണ് പ്രിയപ്പെട്ടത്. പിന്നെ മറ്റൊരു കാര്യം അറിയാമോ? ഇനി ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കണം. അറിവുള്ള കുഞ്ഞുങ്ങൾ, വിവേകമുള്ള കുഞ്ഞുങ്ങൾ എല്ലാ കാര്യവും അമ്മയപ്പന്മാരോട് പറഞ്ഞിരിക്കും. നിങ്ങൾ പറയൂ, അറിവും വിവേകമുള്ള കുഞ്ഞുങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അമ്മയപ്പന്മാരോട് പറയണം. സ്കൂളിൽ ഒരു കാര്യം നടന്നു. ഓ തോമസ് പറയുന്ന സംഭവമുണ്ട്. ഒരു പയ്യൻ എന്നും വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിച്ചുകൊണ്ട് പോകും. അങ്ങനെ അത് കണ്ടുപിടിച്ചപ്പോൾ പറഞ്ഞത്, ഇവന്റെ സീനിയേഴ്സ് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, പൈസ മോഷ്ടിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ നിന്നെ ഇടിക്കുമെന്ന്. അപ്പോൾ ഇവൻ പേടിച്ചാണ് പല ദിവസവും അപ്പന്റെ അമ്മയുടെയും പണമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയത്. പക്ഷെ ഇത് തുടക്കത്തിലേ നിങ്ങളുടെ അമ്മയപ്പന്മാരോട് പറഞ്ഞായിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കാം. മക്കളെ, നമുക്ക് വരുന്ന എല്ലാ ഫ്രണ്ട്സും ഫ്രണ്ട്സ് അല്ല. ഒരുമിച്ച് പറഞ്ഞേ, മിന്നുന്നതല്ല. ആണായാലും പെണ്ണായാലും നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഒരു വാചകം പറയണം, കീപ് ഡിസ്റ്റൻസ്. ഒരുമിച്ച് പറഞ്ഞേ, ഉറക്കപ്പറ. 8ലും 9ലും 10ലും 11ലൊക്കെ പഠിപ്പിക്കും കുഞ്ഞുങ്ങൾക്കെല്ലാം ചെറിയ പറഞ്ഞേ പ്രേമമൊക്കെ വരാം. അതൊന്നും തെറ്റൊന്നും അല്ല. പക്ഷെ ഓർക്കണം, കൈ ചുരുട്ടി പറയണം, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ ഇന്ന് എന്റെ മമ്മിയോട് പറയുന്നുണ്ട്, പിന്നെ ഇങ്ങോട്ട് വരത്തില്ല. എന്റെ പപ്പയോട് പറയുന്നുണ്ട്. ശരിയാന്നോ മക്കളെ? കാര്യം നമുക്കൊരാപത്ത് വന്നാൽ നമ്മുടെ കൂടെ നിൽക്കുന്നത് ആരായിരിക്കും? നമ്മുടെ അമ്മയപ്പന്മാരായിരിക്കും. അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ, പെൺകുട്ടികൾ നാളെ മുതൽ ആൺകുട്ടികളോട് പറഞ്ഞേ മിണ്ടരുത്. പറഞ്ഞേ, അങ്ങനെയാന്നോ പറഞ്ഞേ? മിണ്ടാ മക്കളെ, എല്ലാവരോടും മിണ്ടാ. ആൺകുട്ടികളും മിണ്ടാം. കാരണം നമ്മളെല്ലാം men are all equal before his eyes. പക്ഷെ എന്നാൽ അവിടെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, കീപ് എ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞേ. ഇതെന്തുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ, അറിവുണ്ടെങ്കിലേ പലതുള്ളൂ. നമുക്ക് പലതിന്റെ അപകടങ്ങൾ, ഇപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യമാണ് ലഹരി. പക്ഷേ ഒരു കാര്യം, നമ്മൾ ഇതെല്ലാം വരുമ്പോഴും, ഞാൻ അച്ഛനാവാൻ പണ്ട് ആഗ്രഹിച്ച ആളല്ല, സിവിലിനൊക്കെ പഠിച്ചിട്ട് പിന്നെ തിരിച്ചു വന്നതാണ്. എന്നാൽ എന്റെ ഉള്ളിൽ എന്റെ കൂടെ പഠിച്ച 18 പേരിൽ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് 16 പേരും മദ്യപിച്ചു. അച്ഛനാവാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടും അന്നൊന്നും അച്ഛനാവാനുമില്ല. നമുക്ക് തൊടാൻ തോന്നിയിട്ടില്ല, നമുക്കത് വേണ്ട. ഇതെങ്ങനെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ വിവേകം കൊണ്ട് പറ്റില്ല മക്കളെ, നമ്മുടെ ബുദ്ധി കൊണ്ട് പറ്റത്തില്ല. പിന്നെ എന്തുകൊണ്ട് പറ്റും? ദൈവത്തിന്റെ പരിജ്ഞാനം. അതാണ് ഈ പരിജ്ഞാനവും ദൈവപ്രകാശവും എങ്ങനെ കിട്ടുന്നതെന്നറിയാമോ? ഒന്ന് ദേവാലയത്തിൽ വരുമ്പോൾ, 2 ബൈബിൾ വായിക്കുമ്പോൾ. അതുകൊണ്ട് ആ ബൈബിൾ വായനയെ കുറിച്ച് പറയുന്നത്, ഉറക്കം വരുന്നു, 1 മിനിറ്റ് ഒന്ന് കൂർക്കം വലിച്ച കണ്ണടച്ച് നല്ലതായിട്ടൊന്ന് കൂർക്കം വലിക്കും. ഉറങ്ങുന്നില്ല, എന്നാ കണ്ണങ്ങ് തുറന്നു. അതായത്, നിന്റെ വചനം എന്റെ കാലിന് വിളക്കും, എന്റെ പാതയ്ക്ക് പ്രകാശം. പരിശുദ്ധനായ പരിമല തിരുമേനിയൊക്കെ മണിക്കൂറുകൾ ബൈബിൾ വായിക്കും. എപ്പോഴും അവസാനം ഉദരരോഗിയായിട്ടാണ് കാലം ചെയ്യുന്നത്. ആ സമയത്തും ബൈബിൾ നിരന്തരം വായിക്കും. പക്ഷെ നമ്മൾ ഇന്ന് കുഞ്ഞുങ്ങൾ പലരും ബൈബിൾ കയ്യിലുണ്ടെങ്കിലും, ഞാൻ അടിവരയിട്ട് പറയട്ടെ, കാരണം നമുക്ക് ബൈബിൾ വായിക്കുന്നതാണോ TV കാണുന്നതാണോ കറക്റ്റ് കള്ളം പറയരുത്. ഒരു എന്താ പറയുന്നത്, ഒരു ഉന്മേഷം കിട്ടുന്നത്. സത്യം, മോന്റെ പേരെന്തോ? ആൽബിൻ പറഞ്ഞു, സത്യം പറഞ്ഞു. കാരണം നമ്മൾ TV-ക്കകത്താകുമ്പോൾ ഇപ്പം തന്നെ ക്രിക്കറ്റ് വരുന്നുണ്ട്,
IPL വരുന്നുണ്ട്, ഫുട്ബോൾ വരുന്നുണ്ട്, സിനിമ വരുന്നുണ്ട്. പക്ഷെ ബൈബിൾ വായിക്കുമ്പോഴോ ചില കുഞ്ഞുങ്ങളിന്ന് ഉറങ്ങുന്നതാണ്. ശരിയില്ല. എന്താ കാര്യം എന്നറിയാമോ മക്കളെ? സിനിമയൊക്കെ ഇച്ചിരി കണ്ടോ, സ്പോർട്സ് ഒക്കെ എടുത്തു, പക്ഷെ ഇതിനൊക്കെ ഒരു ടൈം ഓഫ് പീരീഡ് ഉണ്ട്. എന്നാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ജീവഗ്രന്ഥമുണ്ടല്ലോ, അതിനെ എങ്ങനെ നോക്കണ്ടേന്ന് അറിയാമോ? അറിവും വിവേകമുള്ള കുഞ്ഞുങ്ങൾ ജീവഗ്രന്ഥത്തിൽ സൂക്ഷിച്ചു നോക്കണം. പറഞ്ഞേ, ജീവഗ്രന്ഥത്തിൽ എങ്ങനെ നോക്കണം? ഒരുമിച്ച് പറഞ്ഞ്, ജീവഗ്രന്ഥത്തിൽ. ഇന്നു മുതൽ ഞാൻ എന്റെ ജീവഗ്രന്ഥത്തിൽ സൂക്ഷിച്ചു നോക്കും. കുഞ്ഞുങ്ങൾ ഒരുമിച്ചെന്ന് പറഞ്ഞേ. സ്വന്തമായി ബൈബിളുള്ള കുഞ്ഞുങ്ങൾ, വീട്ടിലെ ബൈബിളല്ല, സ്വന്തം ബൈബിളുള്ള കുഞ്ഞുങ്ങൾ കൈപൊക്കി. നന്നായിരിക്കും. അതെന്ന് വായിക്കുന്ന കുഞ്ഞുങ്ങളൊന്ന് കൈപൊക്കി. അതിലെ ഒരു 50 വാക്യം അറിയാവുന്ന കുഞ്ഞുങ്ങൾ കൈപൊക്കി. ബൈബിളിലെ 5 എണ്ണം അറിയാവുന്നവർ കൈപൊക്കി. എല്ലാവരും ഉണ്ടെന്നല്ല. അച്ഛൻ എത്ര വാക്യം അറിയാമെന്നറിയാമോ? 1000 വാക്യം അറിയാം. ഇനി ഞാൻ 1000 കൂടി പഠിക്കും. കാരണം പണ്ട് ഞാനിത് വായിച്ചിട്ട് പിന്നെ ഉഴപ്പി, പിന്നെ ഒരുപാട് കാര്യങ്ങൾ പോയപ്പോഴും ബൈബിൾ വായിക്കുന്ന സന്തോഷവും സുഖവും. ഇന്നലെ തന്നെ ഞാൻ ഈ ക്ലാസ് പ്രിപ്പയർ ചെയ്യാൻ രാത്രി 1 മണി വരെ ഇരുന്ന് രാവിലെ 4:30 എഴുന്നേറ്റത്. കാരണം ഇതൊരു നമുക്ക് നല്ല ഇത്. പിന്നെ ഒരു ഗുണം എന്താണെന്നറിയാം, നമ്മൾ ഈ ബൈബിൾ വായിച്ച് പഠിച്ച് ഗ്രഹിക്കുമ്പം നമ്മുടെ മനസ്സിന് ഭയങ്കര ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദ പീസ് ഓഫ് മൈൻഡ്. നമ്മുടെ മനസ്സിന് ഭയങ്കര സമാധാനം കിട്ടും. നിങ്ങൾ തിയേറ്ററിൽ പോകുന്ന എങ്ങനെ പറഞ്ഞേ? തിയേറ്ററിലോട്ട് പോകുന്ന എങ്ങനെ? ഭയങ്കര അടിച്ചു പൊളിച്ച് സിനിമ കണ്ടിട്ട് വരുന്ന കണ്ടിട്ടുണ്ടോ? കണ്ണും കുഴിഞ്ഞാണ് എങ്ങനെങ്കിലും അങ്ങ് സിനിമയും തീർന്നു, കയ്യിലെ പൈസയും പോയി. എന്നാ പള്ളിയിലോട്ട് എണ്ണിച്ചു പോകുന്ന എങ്ങനെ? നമ്മുടെ അതുമായി കയറുന്ന കുഞ്ഞുങ്ങൾ 5 മണിക്ക് ടൈറ്റസ് ചെന്നി വഴുക്ക് പറയും, ഭയങ്കര പാടുപെട്ട പള്ളി പോലെ. എന്നാ കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴോ അവങ്കിലേക്ക് നോക്കിയവർ ഉറക്കപ്പറ, അവങ്കിലേക്ക് നോക്കിയവർ. അച്ഛൻ പുറത്ത് പോട്ടോ. പിന്നെന്നാ ഒരുമിച്ച് പറ, അവങ്കിലേക്ക് നോക്കിയവർ turn to God. പറഞ്ഞേ, rejoicing hope. Turn to God, rejoicing hope. അവങ്കിലേക്ക് നോക്കണം, മുകളിലോട്ട് നോക്കി. ഇനി ഞാൻ എല്ലാ പ്രസംഗത്തിലും പറയുന്നത്, ബൈബിളിൽ 2 പദങ്ങളില്ല. ഏതൊക്കെയാന്ന് പറയാം? പ്രശ്നം, നിരാശ എന്ന് പറഞ്ഞേ. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ബുദ്ധിമുട്ട് ഇത് 2 കാര്യങ്ങളാണ്. പക്ഷെ ഇത് രണ്ടും എന്തിലില്ല മക്കളെ? ബൈബിളിൽ പ്രശ്നമെന്നും നിരാശ എന്ന് 2 വാക്കില്ല. അപ്പൊ നമ്മുടെ എല്ലാ വേദനകൾക്കും, നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും ബൈബിൾ വായിച്ചാൽ മതി. അത് തിരുവചനം വായിക്കുന്നതോടൊപ്പം തന്നെ ഇനി ബൈബിൾ വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ബോറടിക്കുന്ന എന്താണെന്നറിയാമോ? നമ്മുടെ പിതാക്കന്മാർ ഒരു പ്രാർത്ഥന എഴുതി തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ആ പ്രാർത്ഥന പറയാമോ? ദൈവമേ, നിന്റെ ദൈവീക മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണം എന്ന് പറഞ്ഞേ. ദൈവിക മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവിക മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. അത് പ്രകാശിപ്പിക്കുമ്പോഴും ഇപ്പൊ അടുത്തിടയ്ക്ക് ഒരു പുതിയ പാട്ടിറങ്ങിയല്ലോ, നാവിൽ എന്നീശോയൻ നാമം, കാതിൽ എന്നീശോയൻ നാദം, കണ്ണിൽ ഈശോയൻ രൂപം, നെഞ്ചിൽ ഈശോയൻ സ്നേഹം, മനസ്സു നീറേ നന്ദി മാത്രം. നാവിൽ എന്നീശോയൻ നാമം, കാതിൽ എന്നീശോയൻ നാദം, കണ്ണിൽ ഈശോ. അറിയത്തില്ലേ പാടി? കണ്ണിൽ നെഞ്ചിൽ ഈശോയൻ, മനസ്സു നീറേ നന്ദി മാത്രം. യേശുവിനെ നമ്മൾ മുന്നിൽ നിർത്തി ബൈബിളൊക്കെ വായിക്കുമ്പം നമ്മൾ ചിന്തിക്കാത്ത ആശയങ്ങൾ ദൈവം നമുക്ക് തരും. അപ്പൊ 3 കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു. 1, ഞാൻ എൻ്റെ പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കേണ്ടവനല്ലയോ. 2, അറിവുള്ള ശാസ്ത്രിമാരോടൊപ്പം തന്നെ കർത്താവ് ഇരുന്നു. 3, മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു. 4,
യേശുക്രിസ്തു ഒരിക്കലും ടൈം വേസ്റ്റ് ആക്കിയില്ല. ഏത് സമയത്തും കർത്താവ് തന്നെ തന്റെ അടുക്കൽ വരാൻ ആരോടൊക്കെയാ പറഞ്ഞേ അധ്വാനിക്കുന്നവരും ആദ്യം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും 2 ശിശുക്കളെ എന്റെ അടുക്കൽ. ഞാൻ എന്റെ പള്ളിയിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കും, എന്റെ കൂടെ ഒരുമിച്ചെന്ന് പറയണേ. സത്യം കൃത്യം വൃത്തി പറഞ്ഞേ, അടി നന കുളി, തെറ്റിക്കാതെ 6 കൂടുന്ന് പറഞ്ഞ മക്കളെ. ഓ ഭയങ്കര എടുക്കാം. ഞാൻ വിചാരിച്ചു പറയില്ല, എന്നോട് പറഞ്ഞേ. സത്യം എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ പ്രാർത്ഥിച്ചു മാത്രമേ, ദൈവത്തെ അറിഞ്ഞു മാത്രമേ നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ ജീവിതം തുടങ്ങാവൂ. 2 കൃത്യമായിരിക്കണം. പഞ്ച്വാലിറ്റി ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സ്പിരിച്വാലിറ്റി. ഒരുമിച്ച് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. 3 വൃത്തി. സത്യം, കൃത്യം, 3 വൃത്തി. ഇപ്പം നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണമെന്ന് വെച്ചാൽ പുതിയതൊന്നും വേണമെന്നില്ല. പള്ളിയിലൊക്കെ പോകുമ്പോൾ തലേന്നിട്ട ഡ്രസ്സും ഇട്ട് ആവശ്യമില്ല നമ്മൾ അഴുക്കോടെ പോകരുത്. എപ്പോഴും നമുക്ക് ഈ അനുഗ്രഹം വരുന്ന ഒരു വൃത്തിയോടെ നടക്കുമ്പോഴാണ്. അതൊരു അറിവിന്റെ നല്ല. എപ്പോഴും നിങ്ങൾ പഠിത്തമുള്ള ഡോക്ടേഴ്സ് അഴുക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. എപ്പോഴും ഒരാളുടെ ക്വാളിറ്റി, അത് കൂടിയ ഡ്രസ്സ് ഇടുന്നതല്ല, ഉള്ള ഡ്രസ്സുകൾ എപ്പോഴും നല്ല വൃത്തിയായിട്ടുണ്ട്. അത് ആഹാരമായാലും കുറച്ച് കഴിച്ചാൽ മതി. ഈ നല്ല അറിവുള്ള കുഞ്ഞുങ്ങളുടെ ആഹാരം കഴിക്കും. അടുത്തിടയ്ക്ക് ഒരു പയ്യൻ പറഞ്ഞു, എന്തുവാടെ ആഗ്രഹം? എനിക്ക് ഡോക്ടറാവണം. ഞാൻ പറഞ്ഞു നല്ലത്. എത്ര മാർക്കാ കിട്ടുന്നത്? 35. എത്രല്ലാന്നറിയാമോ? 100. ഞാൻ ചോദിച്ചു കാര്യം എന്തുവാ? മനോജിന് അഡ്മിഷൻ കിട്ടി. അവൻ എത്ര ശതമാനമുണ്ട്? 85%. 35%. ഇനി അടുത്തത്, നീ ആഹാരം കഴിക്കുമോ? കഴിക്കും. ഏറ്റവും ഇഷ്ടം ഏതാ? ചിക്കൻ. എത്ര കഴിക്കും? 1 കോഴി. അവൻ ആരാവണം? ഡോക്ടറാവണം. 1 കോഴിയാ. പണ്ടൊക്കെ 1 കോഴി കൊണ്ട് 10 കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കുന്നത്. ഇനി എപ്പോഴാ കഴിക്കുന്നത്? വിശക്കുമ്പോഴെല്ലാം കഴിക്കും. വിശക്കുന്ന എപ്പോഴാ? കളിക്കുമ്പോഴെല്ലാം വിശക്കും. എപ്പോഴെല്ലാം കളിക്കും? ഞാൻ എല്ലാ ദിവസവും കളിക്കും. എല്ലാ ദിവസവും കളിക്കും, എല്ലാ ദിവസവും വിശക്കും. അമ്മയപ്പന്മാർ വിദേശത്താണ്. 1 കോഴി കഴിക്കും. അവൻ ആരാവണം? ഡോക്ടറും ആവണം. അപ്പൊ നമുക്ക് ഈ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ മക്കളെ നമുക്ക് ഒരിക്കലും നമ്മൾ അറിവിൽ വളരാൻ പറ്റില്ല. സത്യം, കൃത്യം, വൃത്തി, അടി നന കുളി. അടിയെന്ന് ഉദ്ദേശിക്കുന്ന പണ്ട് ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടുകയല്ല, അടിച്ചും നനച്ചും കുളിച്ചും. അതൊരു അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. ഈ അറിവുള്ള കുഞ്ഞുങ്ങളെ ഇനി ദൈവിക ജ്ഞാനത്തിന് ഒരു വശം കൂടിയുണ്ട്. എന്തെന്നറിയാമോ? ശരിയും തെറ്റും നന്നായി തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഈ അറിവുള്ളവർക്ക് കിട്ടും. ഈ വിസ്ഡം, നോളജ് എന്ന് പറയുന്നത്, അറിവെന്ന് പറയുന്നത്, വൈസ്, ജ്ഞാനി എന്ന് പറയുന്നത്, അവർക്ക് എപ്പോഴും ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു നല്ല വിവേകം കിട്ടും. ഇപ്പം തന്നെ അച്ഛൻ പറയാം, ശരിയുള്ളതിന് നിങ്ങൾ എന്റെ കൂടെ പറയണം, തെറ്റുള്ളതിന് നിങ്ങൾ തിരുത്തി പറയണം. ഓക്കെ, എന്റെ കൂടെ പറയണേ. എന്നും രാവിലെ പ്രാർത്ഥിക്കണം. പറഞ്ഞേ, ഉറക്കപ്പറ. മാതാപിതാക്കളെ അനുസരിക്കണ്ട. മനസ്സിലായി? ബൈബിൾ വായിക്കണ്ട. വായിക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വേണം? ബൈബിൾ വായിക്കണം. അപ്പോൾ ഓരോന്നിനും തെറ്റ് പറയുമ്പോഴും ശരി പറയുമ്പോഴും നമ്മൾ അതിന്റെ വിവേകം എന്താണെന്ന് ദൈവം നമുക്ക് പറയാം. ബൈബിൾ വായിക്കണ്ട എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ തിരുത്തി പറയണം. ബൈബിൾ വായിക്കണം. സ്കൂളിലായാലും കോളേജിലായാലും ഏത് കൂട്ടുകാർ വരുമ്പോഴും അത് ദൈവം തമ്പുരാൻ നമുക്ക് തരും. അതുകൊണ്ടാണ് ജ്ഞാനത്തിലും വിവേകത്തിലും എന്താന്ന് പറയുന്നത്? വളരുക എന്ന് പറയുന്നത്. അവിടെ യെസ് ഓർ നോ ഒരുമിച്ച് പറഞ്ഞ മക്കളെ, യെസ് ഓർ നോ. എന്തിനെല്ലാം യെസ് പറയണം, എന്തിനെല്ലാം നോ പറയണം. അതുപോലെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? രാവിലെ 2 പേർ പുസ്തകം തുറന്നു വെക്കുന്ന, ദൈവം ജീവഗ്രന്ഥവും തുറന്നു വെക്കും, സാത്താൻ പിശാചിന്റെ പുസ്തകം തുറന്നു വെക്കും. നിങ്ങൾ മാർക്കിടണം. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. ആർക്ക് കിട്ടിയ മാർക്ക്? ദൈവത്തിന്. എഴുന്നേറ്റിട്ട് അതുപോലെ കിടന്നുറങ്ങി. ആർക്ക് കിട്ടിയ മാർക്ക്? പിശാചിന് കിട്ടി. എഴുന്നേറ്റിട്ട് കുളിച്ചു, നനച്ചു, പ്രാർത്ഥിച്ചു. ആർക്ക് കിട്ടിയ മാർക്ക്? ഒരു പാവപ്പെട്ട രോഗി വന്നു, പറഞ്ഞു വിട്ടു. ആർക്ക് കിട്ടിയ മാർക്ക്? സാത്താന് കിട്ടി. ആങ്ങളെ മകളോട് അടികൂടി. ആർക്ക് കിട്ടിയ മാർക്ക്? സാത്താന് കിട്ടി. വൈകിട്ട് ഇനിയിപ്പോ സ്കൂളിലൊക്കെ പോയി അധ്യാപകരെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് വൈകിട്ട് വന്നു. 7 മണിയായപ്പോൾ വിളക്ക് കത്തിച്ച് പായിട്ട് പാട്ടുപാടി പ്രാർത്ഥിച്ചു. ആർക്ക് കിട്ടിയ മാർക്ക്? ആ സമയത്ത് കാണാൻ നല്ലതും
ഭംഗിയുള്ളതുമായ സീരിയൽ വരുന്നു. ആർക്ക് കിട്ടി മാർക്ക്? സാത്താൻ. ഇങ്ങനെ രാത്രി 10 മണിയാകുമ്പോൾ സാത്താനും ദൈവവും കൂടെ മാർക്കൊന്ന് കൂട്ടി നോക്കും. ചിലർക്ക് സാത്താന് 90 മാർക്കും ദൈവത്തിന് 10 മാർക്കും ആയിരിക്കും. ചില കുഞ്ഞുങ്ങൾ 50-50, 50 മാർക്ക് സാത്താനും 50 മാർക്ക് ദൈവത്തിന്. ചില കുഞ്ഞുങ്ങൾക്ക് 100 മാർക്കായിരിക്കും ദൈവത്തിന്. ദൈവിക പരിജ്ഞാനമുള്ള കുഞ്ഞുങ്ങൾ ഒരു കാര്യം പോലും ദൈവത്തെ വിട്ട് ചെയ്യില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി. ദൈവിക പരിജ്ഞാനമുള്ള കുഞ്ഞുങ്ങൾ ഒരു കാര്യവും ദൈവത്തെ വിട്ട്. അപ്പൊ നമ്മൾ ഈ എന്റർടൈൻമെന്റ് ഒക്കെ നിങ്ങൾ ടൂർ പോവുക, മക്കളെ തെറ്റില്ല. പക്ഷെ എന്നും അങ്ങ് ടൂർ പോയാലോ, എന്നും അങ്ങ് അടിച്ചു പൊളിച്ചാലോ. കാരണം നമ്മൾ ഈ അടിച്ചു പൊളിക്കുമ്പോഴും ഓർക്കണം, നമ്മൾ അറിയാതെ കരയും, ഇല്ലേ? നമ്മള് 10 ദിവസം സന്തോഷമാണെങ്കിൽ 10 ദിവസം എന്ത് വരും? ദുഃഖം വരും. അപ്പൊ ഈ ടെൻഷനും ആത്മഹത്യകളൊക്കെ വരുന്നതിന്റെ മെയിൻ കാരണം, ഞാൻ ചോദിക്കട്ടെ, പരിജ്ഞാനമില്ല, ജ്ഞാനം ഉള്ള കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുമോ? മക്കളെ? ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, എന്റെ മുമ്പിൽ ടൈറ്റസിന്റെ ക്ലാസ് കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം വന്നാലും വിജയം വന്നാലും ആത്മഹത്യ ചെയ്യുമോ? ഇല്ലെന്നുള്ളൊരു കൈപൊക്കി. ഒരിക്കലും. ഇനി ആ നേരെ കൈയെടുത്ത് നെഞ്ചത്തോടൊന്ന് വെച്ച്, എന്റെ ദൈവം കൂടെയുണ്ട് പറഞ്ഞേ. ഏത് പ്രതിസന്ധിയിലും ഞാൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. ഇനി കൈതാട്ടെ. ഇനി മിടുക്കരാരാ? അത് പറ. മിടുക്കരാരാ? ഡോക്ടർമാരാണോ, എഞ്ചിനീയർമാരാണോ, കർഷകരാണോ, കശുവണ്ടി ഫാക്ടറി പോകുന്നവരാണോ? ആരാ അതിൽ മിടുക്കര്? എല്ലാവരും മിടുക്കരാ. ഈ 5 വിരലിൽ 5, ഈ കയ്യിൽ 5 വിരലുണ്ട്. ഇതെല്ലാം ഒരുപോലെ ഇരിക്കുവാണോ? ഒരുപോലെ ഇരുന്ന് എന്ത് ചെയ്യും? നമുക്കിതുകൊണ്ടൊന്നും പറ്റില്ല. ഇപ്പൊ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആരും ആരെ അനുകരിക്കാൻ പോകരുത്. ഓരോരുത്തർക്കും ഒരു വിളിയുണ്ട്. ആ വിളി അനുസരിച്ച് ഇപ്പൊ നമ്മുടെ പല ഭവനത്തിലും കണ്ടുവരുന്നത്, അയൽപക്കത്ത് പെയിന്റ് അടിച്ചാൽ നമ്മുടെ വീട്ടിൽ പെയിന്റ് അടിക്കും, അയൽപക്കത്ത് കാറ് മേടിച്ചാൽ നമ്മുടെ വീട്ടിൽ കാറ് മേടിക്കും, അയൽപക്കത്തെ കൊച്ചിനെ എഞ്ചിനീയറിംഗ് വിട്ട പൊട്ടനായ നമ്മുടെ മോനും അതിന് പോകും. അയൽപക്കത്തുള്ളവർ പല്ല് പൊഴിഞ്ഞു പോയാലോ നമ്മുടെ പല്ല് ഒഴിച്ചു കളയോ? ഇല്ല. അപ്പോൾ എന്റെ കൂടെ പറയണം, ഇമിറ്റേഷൻ ഈസ് ഗുഡ് പറഞ്ഞേ, ബട്ട് ഇറ്റ് ഹാസ് ലിമിറ്റേഷൻ. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഇവിടെ, ഞാനും അച്ഛനുണ്ട്, അച്ഛന്റെ മെത്തേഡ് ആയിരിക്കില്ല എന്റെ. ഇപ്പൊ നമ്മൾ അതുപോലെ ഒരു പച്ചക്കറി തോട്ടം എടുത്ത്, കാന്താരിയുണ്ട്, അതിനൊരു രുചി, മത്തങ്ങയുണ്ട്, അതിനൊരു രുചി, പയറുണ്ട്, അതിനൊരു രുചി. ഇപ്പൊ ഓരോന്നിനും ഓരോ ക്വാളിറ്റിയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ദൈവത്തിന്റെ സൃഷ്ടിയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നമ്മൾ അവരെ നല്ല കണ്ണുകൊണ്ട് കാണുമ്പം, എല്ലാവരും നല്ലതായിരിക്കും. അത് കൂടാതെ ഈ ദൈവിക ജ്ഞാനമുള്ള കുഞ്ഞുങ്ങൾ ശരിയും തെറ്റും ഞാൻ പറഞ്ഞല്ലോ, എടുക്കേണ്ട തീരുമാനത്തിൽ തെറ്റാണെങ്കിൽ മക്കളെ നമ്മൾ ആ തീരുമാനത്തിൽ, ഇപ്പൊ നിങ്ങളെ കുറച്ചുകൂടെ പ്രായം കഴിയുമ്പോൾ കൂട്ടുകാർ ചേർന്ന് പറയടി, ഈ ഇന്നത്തെ ഒരു ചൊല്ലുണ്ട്, തിന്നുക കുടിക്കുക, ബാക്കി പറഞ്ഞേ, എനിക്കറിയാം, പറഞ്ഞ തിന്നുക കുടിക്കുക, ഉറങ്ങുവാന്നോ? തിന്നുക കുടിക്കുക ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. എപ്പിക്യൂറിയൻ ഫിലോസഫിയാ. തിന്നുക കുടിക്കുക ആനന്ദിക്കുക, ഉറക്കം കൂടെ അതിനകത്ത് ഇരുന്നോട്ട്. തിന്നുക കുടിക്കുക ഉറങ്ങുക ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. അതല്ല നമ്മുടെ ആരാധന, പഠനം, സേവനം എന്ന് പറയുന്നത് പോലെ ദൈവിക ജ്ഞാനത്തിൽ നമ്മൾ വളർന്ന് യേശുക്രിസ്തുവിനെ പോലെ വളരുവാൻ നമുക്കിടയാണ്. ഇനി നമുക്ക് പഴയ നിയമത്തിലേങ്ങടെ ഒരു കാര്യം കുറച്ച് സമയം എടുത്ത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശുവിനെ നമ്മൾ മുൻനിർത്തി വിവേകത്തിലും ജ്ഞാനത്തിലും, അവിടെ ഒരു വാക്യം കൂടി ഉണ്ടല്ലോ, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, പിന്നെന്തായി? ദൈവകൃപയും കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് പഴയ നിയമത്തിൽ അതുപോലൊരു ബാലൻ, ആരാണെന്ന് അറിയാമോ? ബാലന്റെ പേര് പറയാമോ? ആരാണ്? ശമൂവേൽ ബാലൻ. ശമൂവേൽ ബാലനെ കുറിച്ചും ഈ ക്ലാസ്സുമായി കണക്ട് ചെയ്ത് 4-5 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ഈ ശമൂവേൽ ബാലന്റെ മാതാപിതാക്കന്മാർ ദൈവത്തിനായി ഈ കുഞ്ഞിനെ സമർപ്പിച്ചു. അപ്പോൾ ഒന്നാമത് ശമൂവേൽ ബാലന്റെ ഒരു പ്രത്യേകതയാണ്, മാതാവിനാൽ സമർപ്പിക്കപ്പെട്ടവനാണ് ശമൂവേൽ ബാലൻ. ഒരുമിച്ചൊന്ന് പറഞ്ഞേ, മാതാവിനാൽ സമർപ്പിക്കപ്പെട്ടവൻ. അപ്പൊ നമ്മൾക്ക് ഈ അറിവും ജ്ഞാനവും തരുന്നതിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് അമ്മയപ്പന്മാരുടെ സമർപ്പണമാണ്. മനസ്സിലായോ? അമ്മയപ്പന്മാരുടെ സമർപ്പണം വന്നാൽ ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും, ഇപ്പൊ നിങ്ങൾ തന്നെ കുടുംബങ്ങൾ പ്രാർത്ഥിക്കുക, അമ്മയപ്പനും മക്കളും കൂടെ ഒരുമിച്ച് വേണം പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ. അത് നമ്മുടെ ഭവനത്തിന് ഭയങ്കര ഐശ്വര്യമായിരിക്കും.
മാതാവിനാൽ സമർപ്പിക്കപ്പെട്ടവനാണ് ശമൂവേൽ. 2, ദേവാലയത്തിൽ ബാല്യം മുതൽ പാർത്തവൻ. ഒരുമിച്ചൊന്ന് പറഞ്ഞേ, ദേവാലയത്തിൽ ബാല്യം മുതൽ പാർത്തവൻ. മക്കളെ, ഞാൻ മുമ്പേ പറഞ്ഞു, ഒന്നുകൂടെ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് എപ്പം പ്രയാസം വരുന്നു, പരിമല പള്ളി ചെന്ന് നോക്കിയാൽ അറിയാം, എപ്പോഴും ആ പള്ളി തുറന്നു കിടക്കും. പക്ഷെ പള്ളിയിൽ പോകുമ്പോൾ ഓർക്കേണ്ടത്, ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറയും, നിങ്ങൾ പള്ളിക്കകത്ത് കയറിയാൽ സംസാരം ആരോടായിരിക്കണം? ആണോ? പള്ളിക്കകത്ത് കയറിയാൽ സംസാരിക്കത്തില്ലെന്നുള്ള കുഞ്ഞുങ്ങളൊന്ന് കൈവക്കി. അബദ്ധം പറ്റി അച്ഛൻ അറിയാതൊക്കെ സംസാരിക്കും. നിങ്ങളൊരു കാര്യം, സെൽഫ് കൺട്രോൾ മതി. നമ്മൾ അറിയാതൊക്കെ ഒന്നും മിണ്ടിയാലും കുഴപ്പമില്ല. പക്ഷെ ചില കുഞ്ഞുങ്ങൾ അതിനകത്ത് കയറി കിടന്ന, ഇപ്പം അച്ഛൻ OBBSന്റെ ചുമതലയിൽ പറയും, നമുക്ക് ആക്ഷൻ സോങ് ഉണ്ട്, പക്ഷേ ഡാൻസ് പറയുന്നില്ല. ചില കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കിടന്ന് തുള്ളി ചാടുക. മനസ്സിലായി? നമുക്ക് അത്രയും വേണ്ട. ദേവാലയം എന്ന് പറയുന്നത് മൂറോൻ കൊണ്ട് കൂദാശ ചെയ്ത ആലയമാണ്. അവിടെ നമ്മൾ എപ്പോഴും കുരിശു വരച്ച് മാത്രമേ കയറാവൂ. എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ പുറത്തിറങ്ങി ചിരിച്ച് വർത്താനം പറഞ്ഞ് പോയാൽ മതി. പക്ഷെ ദേവാലയത്തിൽ പാർക്കുമ്പോൾ നമ്മുടെ എനർജറ്റിക് ലെവൽ വ്യത്യാസം വരരുത്. ഇപ്പോൾ 2 കാര്യം പറഞ്ഞു. മാതാവിനാൽ സമർപ്പിക്കപ്പെട്ടു. 2, ബാല്യം മുതൽ ദേവാലയത്തിൽ പാർത്തു. 3, ഈ ദൈവിക ജ്ഞാനമുള്ള കുഞ്ഞുങ്ങളുടെ മറ്റൊരു ലക്ഷണം, സകലർക്കും പ്രീതിയുള്ളവനായിരുന്നു ശമൂവേൽ ബാലൻ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ അയൽവക്കത്തും നിങ്ങളെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണോ? കള്ളം പറയരുത്, സന്തോഷമാണോ? നിങ്ങൾ രാവിലെ സ്കൂളിലോട്ട് പോകുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആ മോളിഞ്ഞ് തിരിച്ചു വന്നാൽ മതി, അല്ല കുരിശടി കൊണ്ടുപോയി പൈസ ഇട്ടിട്ട് അവൾ ഇങ്ങോട്ട് വരാതിരുന്നാൽ നല്ലതായിരുന്നു, അതാണോ പറയുന്നത്? ഇപ്പൊ സകലർക്ക് ശമൂവേൽ ബാലനോ വളർന്നു വരുന്തോറും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി മാറി. ഇനി പിന്നീട് പറയുന്നത്, അവൻ ദൈവശബ്ദം കേട്ടവൻ. ദൈവത്തിന്റെ ശബ്ദം എങ്ങനെ കേൾക്കുന്നത്? പറയാം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ദൈവത്തിന്റെ ശബ്ദം കേൾക്കൂ? കേട്ടിട്ടുണ്ട്? നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു ശബ്ദമാണ് ഭയപ്പെടേണ്ട. പറഞ്ഞേ, ഭയപ്പെടേണ്ട. അതിന്റെ ബാക്കി എന്തുവാ? ഞാൻ നിന്റെ ദൈവമാകുന്നു. ഇപ്പം ദൈവത്തിന്റെ ശബ്ദം മക്കളെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും രാത്രിയിലൊക്കെ കുഞ്ഞുങ്ങൾ കിടന്നങ്ങ് സ്വപ്നം കാണുവാണ്. പാമ്പ് കൊത്താൻ വരുന്നു, ആന കുത്താൻ വരുന്നു. അതിന്റെ മെയിൻ കാര്യം എന്തെന്നറിയുമോ? പ്രാർത്ഥിക്കാതെ ഉറങ്ങുന്നത് കൊണ്ടാണ്. രാത്രി ഉറങ്ങുമ്പോൾ ഒരു പാട്ടുണ്ട്. ഏത് പാട്ടാ? ഞങ്ങൾക്കുള്ള കർത്താവേ, കരുണയുള്ള ദൈവമേ. ആ പ്രാർത്ഥന ചൊല്ലി. അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട സങ്കീർത്തനം ഏതാ? മോനെ, പുറയിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ സംസാരിക്കല്ലേ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട സങ്കീർത്തനം ഏതാ? 4-ാം സങ്കീർത്തനം. കാണാതെ അറിയാവുന്ന കൈപൊക്കി. അറിയാം? വെരി ഗുഡ്. കുഞ്ഞുങ്ങളിൽ എത്ര പേരുണ്ട് 4-ാം സങ്കീർത്തനം കാണാതെ അറിയാം? എന്റെ കൂടെ അല്പം ഒന്ന് പറഞ്ഞേ. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ എന്നോട് കൃപ തോന്നി. അതുപോലെ നമ്മൾ 15-ാം സങ്കീർത്തനം, ഈ അറിവിനും ജ്ഞാനത്തിനും നല്ലൊരു സങ്കീർത്തനമാണ് നമ്മളത് പഠിക്കേണ്ടത്. അപ്പൊ അത് കഴിഞ്ഞ വർഷം നമ്മൾ OBBSന് കൊടുത്തിരുന്നു. ആ പാട്ട് ഓർമ്മയുണ്ടോ? നിവസിക്കും ശിബിരത്തിൽ ഏവൻ പാർക്കും നിർമ്മലമാം നിൻ. അത് 2. എനിക്ക് ഇനി അടുത്ത വരിയ കേൾക്കേണ്ടത്. എന്തൊക്കെയാ? അകളങ്കം നീതി പുലർത്തുന്നോ നിജമനസ നേരുര ചെയ്യുന്നോൻ തന്നാവാൻ പൊളിവചനം ലവലേശം പറ. ജ്ഞാനത്തിലും വിവേകത്തിലും വളരുന്ന കുഞ്ഞുങ്ങൾ ഈ സങ്കീർത്തനം കാണാതെ പഠിക്കണം. അടുത്തത്, തൻ കൂട്ടാളി ഗാരം ചെയ്യുന്നോൻ മാനക്കേടാൽ സ്നേഹിതനെ താഴ്ത്താത്തോൻ കശ്മലരെ കൈപ്പായി കരുതുന്നോൻ സ്വാത്വികരെ ബഹുമാനിക്കുന്നോൻ നഷ്ടം നേരിട്ടാലും
സത്യത്തെ വെടിയാത്ത. ആ സ്റ്റാൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. തന്റെ കൂട്ടുകാരി തന്റെ കൂട്ടുകാർക്ക് ഉപകാരം ചെയ്യുന്നവനോ ചെയ്യാത്തവനോ? തന്റെ കൂട്ടുകാർക്ക് ഉപകാരം ചെയ്യുന്നവൻ. 2, മാനക്കേടാൽ സ്നേഹിതനെ താഴ്ത്താത്തവൻ. മക്കളെ, ഈ അറിവുള്ള കുഞ്ഞുങ്ങൾ, വിവേകമുള്ള കുഞ്ഞുങ്ങൾ ആരെങ്കിലും കളിയാക്കൂ? തമാശ പറയാമോ? പറഞ്ഞേ, തമാശ പറയാമോ? പറഞ്ഞൂടായോ? തമാശ പറയാം. പക്ഷേ ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക് ഒരുമിച്ച് പറഞ്ഞേ. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്. ഒരു മക്കളെ നിങ്ങളോടൊന്ന് പറ മക്കളെ. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്. ഇത് 3ഉം ദൈവമക്കൾക്ക് പാടില്ല. കാരണം നമ്മൾ ആരെങ്കിലുമൊക്കെ മുറിവ് ഏൽപ്പിക്കുമ്പം, അതായത് ആലപ്പുഴയിൽ +2 പഠിച്ച ഒരു കുഞ്ഞ്, ആ കൊച്ചിനെ പലരും കളിയാക്കും. അതിന് ഇച്ചിരി സൗന്ദര്യവും കറുപ്പോ അല്ലാത്ത നിറവും ഷേപ്പ് കേടാൻ എപ്പോഴും. അതിന് ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. അത് ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള ക്ലാസ്സിൽ ഇരുന്ന് ഇങ്ങനെ നടന്ന് ഞെളിവിരി കൊണ്ടു. പക്ഷെ ടീച്ചേഴ്സിനൊന്നും മനസ്സിലായില്ല സംഭവം എന്തുവാന്നുള്ളത്. ഏറ്റവും ഒടുവിൽ ഈ കുഞ്ഞങ്ങ് ബോധം കെട്ട് വീണു. ഓഫീസിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോഴാണ് ഇതിന്റെ വയറിന്റെ സെന്റർ ഭാഗത്ത് ഒരു പഴുതാര ഇരുന്ന്, വിഷമുള്ള പഴുതാര ഇരുന്ന് കടിച്ചകത്തോട്ട് വിഷം ഇറങ്ങി. ആ കുഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്ന് മരിച്ചുപോയി. കാര്യം എന്താണെന്നറിയാമോ? ഈ കുഞ്ഞിന് അപമാനമായിരുന്നു. കാരണം ഈ കാര്യങ്ങളൊക്കെ പറയാൻ. അപ്പൊ നമ്മൾ എപ്പോഴും ഓർത്തോണം, മറ്റുള്ളവർ ഒരു പരിധിക്കപ്പുറം കളിയാക്കുമ്പം ഈ സൗന്ദര്യം കറുപ്പും വെളുപ്പും അല്ല മക്കളെ. കറുപ്പായാലും വെളുപ്പായാലും, എന്റെ ജ്യേഷ്ഠൻ നല്ല വെളുപ്പാ, എനിക്ക് ആ നിറമില്ല. പക്ഷെ നമ്മുടെ സൗന്ദര്യം നമുക്ക് ദൈവം തന്ന അനുഗ്രഹമാ സൗന്ദര്യം. മനസ്സിലായില്ലേ? ഇനി വേറൊരാളെ നമ്മുടെ സൗന്ദര്യം കൊണ്ട് കളിയാക്കിയാൽ നമ്മുടെ ഉള്ള സൗന്ദര്യം ദൈവം തിരിച്ചെടുക്കുന്ന. അതാ തൻ കൂട്ടാളി ഉപകാരം ചെയ്യുന്നോൻ മാനക്കേടാൽ സ്നേഹിതനെ താഴ്ത്താത്തോൻ കശ്മലരെ കൈപ്പായി കരുതുന്നോൻ സ്വാത്വികരെ ബഹുമാനിക്കുന്നോൻ നഷ്ടം നേരിട്ടാലും സത്യത്തെ വെടിയാത്തോൻ. അടുത്തത് ലാസ്റ്റ് ചാൻസ്. തൻ ദ്രവ്യം പലിശക്കേകാത്തോൻ അപരാധം ചെയ്യാത്തോനെതിരായി കോഴയഹു വാങ്ങാത്തോൻ സുസ്ഥിരനായി നിലകൊള്ളും. പെട്ടെന്ന് പണക്കാരാവേണ്ട ഒരു കൈവോക്കി. പണം വേണ്ടിയൊരു കൈവോക്കി. പണം വേണ്ടിയൊരു കൊള്ളാം. പെട്ടെന്ന് പണം ഉണ്ടാക്കേണ്ട ഒരു കൈവോക്കി. വെരി ഗുഡ്. അച്ഛൻ എന്റെ ക്ലാസ് എല്ലാം മറന്നുപോയാലും നിങ്ങളെ ഞാൻ നല്ല എല്ലാവരും കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ച് കൈയടിച്ച മക്കളെ. അതായത് നമുക്ക് പോകുന്ന വഴിക്ക് നല്ലൊരു സാധനം വേണം. 300 രൂപ വേണം. നമ്മുടെ കയ്യിൽ 500 രൂപ കളഞ്ഞു കിട്ടി. എടുക്കുമോ എടുക്കത്തില്ലയോ? എടുത്തിട്ട് അന്വേഷിച്ച് കൊടുത്തു. നമ്മൾ ആ 500 രൂപ എടുത്താൽ നമ്മുടെ 1000 രൂപ പോകും. ആരുടെ ആവശ്യമില്ലാത്ത അത് അറിവുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മൾ അധ്വാനിച്ച പൈസ മാത്രം കൈ വന്നാൽ മതി മക്കളെ. അനാവശ്യമായി വരുന്നതെല്ലാം നമുക്ക് ദോഷം ചെയ്യും. ഇപ്പം പെട്ടെന്ന് നമ്മുടെ കൂട്ടുകാരി പെട്ടെന്ന് പഠിച്ച് UK പോയി 4 ലക്ഷം രൂപ ശമ്പളം. ഉടനെ നമ്മൾ ഇവിടുന്ന് ടെൻഷനാ. വേണ്ട, നമുക്ക് കിട്ടുന്നത് മതി. എന്റെ മോളിപ്പം ഫാംഡി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് അവളിപ്പം കുറുവിലങ്ങാടുണ്ട്. ഓസ്ട്രേലിയക്ക് പോകാൻ ഞാൻ പറഞ്ഞു, മോളെ ഓസ്ട്രേലിയക്ക് പോയോ പോയില്ല അതല്ല വിഷയം. നമ്മൾ ജീവിക്കുക. മനസ്സിലായോ? നമ്മളുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മൾ ധരിക്കുന്ന ഏറ്റവും പാവപ്പെട്ടവരായി ജീവിക്കുന്നവരായിരിക്കും ദൈവത്തിന് വലിയ ഇഷ്ടം. ഇപ്പം കുഞ്ഞുങ്ങൾ ആരും അടുത്തിടയ്ക്ക് വേറൊരു സംഭവം ഓത്തോമസിനും പറഞ്ഞു. ഒരു മോന് പഠിത്തത്തിലെല്ലാം റാങ്ക് കിട്ടി, MBBS കിട്ടി, MDക്ക് അഡ്മിഷൻ കിട്ടിയില്ല, അവൻ പോയി സൂസൈഡ് ചെയ്തു. നമ്മൾ അങ്ങനെയാണോ നമ്മൾ വളരേണ്ടത്? ദൈവിക ജ്ഞാനത്തിലും ദൈവിക വിവേകത്തിലും വളരുന്ന കുഞ്ഞുങ്ങൾ ഇനി അതുപോലെ കള്ളം പറയരുത്. നമ്മുടെ കൂട്ടുകാരിക്ക് 50-ൽ 40 മാർക്ക്, നമുക്ക് 50-ൽ 45 മാർക്ക്. സന്തോഷമാണോ? പറ മക്കളെ, സന്തോഷമാണോ? അടുത്തത് നമ്മുടെ കൂട്ടുകാരിക്ക് നമുക്ക് 40 മാർക്ക്, കൂട്ടുകാരിക്ക് 45 മാർക്ക്. സന്തോഷമാണോ? കള്ളം പറയില്ല എന്നോട്. സന്തോഷമാണോ?
അല്ല മക്കളെ. പക്ഷേ ദൈവജ്ഞാനമുള്ളവർ എന്ത് ചെയ്യുമെന്നറിയാമോ? അതിൽ സന്തോഷിക്കും. നമ്മൾ ഈ വിദേശത്തുള്ള ഫുട്ബോൾ കളിക്കാരെയും ക്രിക്കറ്റ് കളിക്കാരെയൊക്കെ നോക്കണം. അവര് എവിടെങ്കിലുമൊക്കെ ഇന്ത്യയായിട്ടൊക്കെ കളിച്ചിട്ട് തോറ്റു കഴിഞ്ഞാലും അവര് കൈ കൊടുക്കും, ജയിച്ചു കഴിഞ്ഞാലും കൈ കൊടുക്കും. ഇന്ത്യക്കാരാണെങ്കിലോ ആരും കാണാതെ ജേഴ്സി തലകളിട്ട് കുനിഞ്ഞൊരൊറ്റ പോക്കാം. കാരണം ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. അപ്പൊ നമുക്ക് പരാജയങ്ങളും വിജയങ്ങളും ഒരുപോലെ അംഗീകരിക്കപ്പെടുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ദൈവിക പരിജ്ഞാനമായി മാറുകയുള്ളൂ. ഇനി ഒന്ന് രണ്ട് കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവിക ജ്ഞാനത്തിന് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ഒരു കാർ മേടിക്കണം. ചിലരാണെങ്കിൽ കളർ നോക്കും, ഇപ്പം മറ്റു ചിലരാണെങ്കിൽ 2-3 കാർ നോക്കും. പക്ഷെ അറിവുള്ളവനാണെങ്കിൽ വെയിറ്റ് ആൻഡ് സീ, അവരൊന്ന് നോക്കി ശാന്തമായിട്ടിരുന്ന കാർ ഒന്ന് ഓടിച്ചു നോക്കി. ഇപ്പൊ നമ്മള് മാരുതിയുടെ ഒരു കാർ എടുക്കുന്നുണ്ട്, നേരെ വേറെ ആരുടെങ്കിലും സെയിം കാർ ഒന്ന് ഓടിച്ചു നോക്കി, യൂട്യൂബിലൊക്കെ നോക്കി. അപ്പൊ അത് അറിവുള്ളവർക്ക് പറ്റി ചാടി കയറി എടുത്ത് ചാടിയാൽ നമുക്ക് പലപ്പോഴും അബദ്ധത്തിൽ അതൊരു അഡ്മിഷൻ എടുക്കാനായാലും ഒരു കാര്യം തീരുമാനമെടുക്കാനായാലും ഒരു ഡ്രസ്സ് എടുക്കാനായാലും, ഇപ്പം ജൂലൈ മാസം ആടി സെയിൽ, ഇവിടുന്ന് ആടിക്കൊണ്ടങ്ങ് പോവാ, അവിടെ പോയി വാരിക്കൊണ്ടിഞ്ഞ് വരും. വെള്ളത്തിൽ ഇടുമ്പോഴാണ് പലതിനും കിഴിവായിരിക്കും. അങ്ങനെ ആടിപ്പാട എനിക്ക് എന്താ ആവശ്യമുണ്ട്? ചില കുഞ്ഞുങ്ങളെ എനിക്കറിയാം, മമ്മി എനിക്ക് ഇത്ര, എന്നെ നോക്ക് നേരെ. ചില കുഞ്ഞുങ്ങളുണ്ട്, മമ്മി എനിക്ക് ഇത്രയും ഡ്രസ്സ് മതി, എനിക്ക് ഇത്രയും ഭക്ഷണം മതി, എനിക്കിത് മതി. അതാ കൃപയെന്ന് പറയുന്നത്. അനുഗ്രഹത്തിന് അധിപതിയെ, അനന്താനൻ കൃപ നദിയെ, അനുദിനൻ ഗതി മതിയെ, അടിയനൻ കൃപ മതിയെ. അല്ലാതെ മക്കളെ ആവശ്യമില്ലാത്തൊന്നും വാരി കൂട്ടരുത്, നമുക്ക് തന്നെ അപകടമാണ്. അപ്പം കൃത്യമായിട്ട് നമുക്ക് ഈ വിവേകമുള്ളവർക്ക്, അറിവുള്ളവർക്ക്, ദൈവത്തിന്റെ ജ്ഞാനമുള്ളവർക്ക് എപ്പോഴും ഇത് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ദൈവം ഒരു ഉൾക്കാഴ്ച തരും. വാക്കുകൾ അവസാനിപ്പിക്കുക. ആദ്യമേ ഞാൻ 3 പദങ്ങൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയായിരുന്നു? വിസ്ഡം, നോളജ്, ഇന്റലിജൻസ്. അതിന്റെ ഘടകങ്ങളെ ഞാൻ കണക്ട് ചെയ്തുകൊണ്ട് യേശുവുമായി ബന്ധപ്പെട്ട് പെരുന്നാളിന് പോയ കാര്യങ്ങൾ പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ? യേശു ആദ്യം പറഞ്ഞു, ഞാൻ എന്റെ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടവനല്ലയോ. രണ്ടാമത് യേശു ആരോടൊപ്പം ആയിരുന്നേ? അറിവുള്ളവരോടൊപ്പം. മൂന്നാമത് ഇത്ര അറിവുണ്ടായിട്ടും യേശു ആർക്ക് കീഴ്പ്പെട്ടിരുന്നു? മാതാപിതാക്കൾ കീഴ്പ്പെടും. 4, യേശു എപ്പോഴും ഗൗരവമായ കാര്യങ്ങളാണ്, എന്റർടൈൻമെന്റ് അല്ല പ്രോത്സാഹിപ്പിച്ചത്. നമ്മൾ തുള്ളിച്ചാടി കുതിച്ചാടി മക്കൾ ഒരു അസുഖങ്ങൾ വന്നാൽ, ഒരു ആപത്ത് വന്നാൽ നമ്മുടെ കൂടെ ആരും കാണില്ല. അപ്പൊ നമ്മൾ എപ്പോഴും എല്ലാത്തിനും ഒന്ന് ചിരിക്കുക, ഒന്ന് സ്പോർട്സ് ചെയ്യുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷെ എപ്പോഴും നമ്മുടെ ജീവിതത്തിന് ഒരു ഗൗരവം ഉണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ദൈവിക അറിവുള്ള കുഞ്ഞുങ്ങൾ എപ്പോഴും ജ്ഞാനത്തിലൂടെ മറ്റുള്ളവരെ സഹായിക്കും. അത് ഞാൻ പറയാൻ വിട്ടുപോയി. പണ്ടൊരു ബാലൻ, ഒരു തിരുമേനിയുടെ കയ്യില് 3 ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പൊ തിരുമേനി വൈകിട്ട് 4 മണിക്കാണ് കഴിക്കാൻ തുടങ്ങിയത്. അന്നേരം ഒരു ഉടുപ്പിടാത്തൊരു പയ്യൻ വന്ന് കൈ നീട്ടിട്ട് വന്ന്, തിരുമേനി എനിക്കൊരു ചപ്പാത്തി തരണേ. ഉടനെ 3 എണ്ണേ ഉള്ളൂ. തിരുമേനി പറഞ്ഞു, മോനെ ഞാൻ നിനക്ക് തന്നാൽ ഞാൻ ഇനി നാളെ വൈകിട്ട് ആഹാരം കഴിക്കും. പക്ഷെ അവൻ ചോദിക്കുന്ന, അവൻ ഉടുപ്പ് പോലും ഇട്ടിട്ടില്ല. ഉടനെ ഇവൻ ഒരു ചപ്പാത്തി കിട്ടിയപ്പോൾ തിരുമേനി ധരിച്ചു ഇവനിത് പെട്ടെന്ന് കഴിക്കുമെന്ന്. നോക്കിയപ്പോഴുണ്ട് ഇവൻ കുറെ 50 മീറ്റർ ദൂരെ നടന്നിട്ട് ഒരു പട്ടിണി പാവം, ഒരു പട്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു. ഇതിന്റെ നേർ പകുതി മുറിച്ച് ആർക്ക് കൊടുത്തു? പട്ടിക്ക് കൊടുത്തു. തിരുമേനി, അവന് പഠിത്തമുണ്ടോ? അവന് വലിയ അറിവുണ്ടോ? ഉണ്ട് മക്കളെ. ഉടനെ തിരുമേനി പറഞ്ഞു, ഞാൻ ദൈവജ്ഞാനമുള്ളവൻ, ഞാൻ 3-1 ആർക്ക് കൊടുത്തത്? അവന് കൊടുത്തു. അവൻ പട്ടിക്ക് കൊടുത്തത് എത്ര? 2-1. ഇത് ദൈവിക ജ്ഞാനത്തിലൂടെ കിട്ടുന്നത്. അപ്പൊ നമ്മൾക്ക് ഓരോന്നും, ചില കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം എങ്ങനെ കിട്ടുമെന്നറിയാം. നമ്മൾ എത്ര പഠിച്ചാലും മക്കളെ സമനിലയോടെ. അവിടെ അച്ഛൻ 2 പദങ്ങൾ പറഞ്ഞത് ഏതൊക്കെയാ ഓർമ്മയുണ്ടോ? ട്രസ്റ്റ് ഇൻ ദി ലോർഡ്, ഡിലൈറ്റ് ഇൻ ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ ഒരുമിച്ച് പറഞ്ഞേ. ട്രസ്റ്റ് ഇൻ ദി ലോർഡ്, ഡിലൈറ്റ് ഇൻ ദി ലോർഡ്. ഒന്നുകൂടെ ഉറക്കെ പറ. എന്താ അതിന്റെ അർത്ഥം? എന്താ? ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആനന്ദിക്കുക. ഇത് ചേർത്തുകൊണ്ടാണ് അച്ഛൻ OVBSന്റെ മാർച്ച് സോങ് അച്ഛൻ എഴുതിയത്. അറിയാമോ എല്ലാവർക്കും? എന്റെ കൂടെ ഒന്ന് പാടി. ക്രിസ്തുനാഥൻ സന്നിധിയിൽ പോയിടാം, തിരുവചനം മോദമായി പഠിച്ചിടാം, അരുമനാഥൻ കരങ്ങളിൽ പിടിച്ചിടാം, കൂപ്പി കർത്തനെ സ്തുതി. കോറസ് ഒന്ന് പാടി. ക്രിസ്തുനാഥൻ സന്നിധിയിൽ പോയിടാം, കൈകനം മോദമായി
പഠിച്ചിടാം. അരുമനാഥൻ കരങ്ങളിൽ പിടിച്ചിടാം, പിടിച്ചിടാം. കൈകൾ കൂപ്പി കർത്തനെ സ്തുതിച്ചിടാം, സ്തുതിച്ച് പോയിടാം കൂട്ടരെ, കൂട്ടരെ പോയിടാം. തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചു നാഥനോടു ചേർന്നു ഉറക്കെ കൂട്ടരെ പോയിടാം. തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചു നാഥനോടു. തിന്മ വഴികൾ മുഖം ധരിച്ചു മാറണം, നന്മയുള്ള മുത്തുകളായി വളരണം. നല്ല പാത നോക്കി നാം നടക്കണം, മെഴുകുപോലെ ഉരുകി നാം. ഇനി കോറസ് ഒന്ന് പാടി, നിങ്ങൾ കോറസ് പാടണം, നിങ്ങൾ എൻ്റെ കൂടെ പാട്. തിന്മ വഴികൾ മുഖം ധരിച്ചു മാറണം, നന്മയുള്ള മുത്തുകളായി വളരണം. നല്ല പാത നോക്കി നാം നടക്കണം, മെഴുകുപോലെ ഉരുകി നാം തീര. ഇനി ഒരുമിച്ച് നല്ല സൗണ്ടിൽ കോറസോട് ചേർത്ത് ഒരുമിച്ച് പാടി. തിന്മ വഴികൾ മുഖം നന്മയുള്ള മുത്തുകളായി വളരണം. നല്ല പാത നോക്കി നാം നടക്കണം, നടക്കണം. മെഴുകുപോലെ ഉരുകി നാം തീരണം, തീരണം. കൂട്ടരെ പോയിടാം. തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചു നാഥനോടു ചേർന്നു. സോദരന്റെ മുറിവുകൾ നാം കാണണം, അറിവ് നേടി നിറഞ്ഞവരായി മാറണം. സത്യപാത കാട്ടിത്തന്ന നാഥനെ നിത്യവും സ്തുതിച്ചു നാം വളരണം. കോറസ് പാടി. നിന്മരന്റെ മുറിവുകൾ നാം അറിവ് നേടി നിറഞ്ഞവരായി മാറണം. സത്യപാത കാട്ടിത്തന്ന നാഥനെ നിത്യവും സ്തുതിച്ചു നാം വളരണം. കൂട്ടരെ പോയിടാം. തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചു നാഥനോടു ചേർന്നു ജീവിക്കാം. കൂട്ടരെ പോയിടാം. തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചു നാഥനോടു ചേർന്നു. ഇനി അറിവിനെ ഞാൻ എന്റെ പള്ളിയിലെ കുഞ്ഞുങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, എല്ലാം എന്റെ പള്ളിയിലെ കുഞ്ഞുങ്ങളാണല്ലോ. ഒരു അറിയാവുന്നവർ പറയണ്ട, ഒരു വീട്ടിൽ 4 പേരുണ്ടായിരുന്നു, 3 പെൺകുട്ടികളും ഒരാങ്ങളെ. അപ്പൊ ആങ്ങളയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു വിദേശത്തൊന്നും പോകണം. ഇപ്പോഴാ വലിയ സന്തോഷം, പണ്ടാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാ. അങ്ങനെ വിദേശത്ത് മാറുന്നപ്പോ ഇവൻ ഇട്ടുകൊണ്ട് പോകാൻ നല്ലൊരു പാന്റ് ഇല്ല. ഉടനെ കൂട്ടുകാരോ ഒരു പാന്റ് കൊടുത്തു. പാന്റ് കൊടുത്തപ്പം അത് ഇട്ട് നോക്കുമ്പോൾ 1 ഇഞ്ച് നീളം കൂടുതലാണ്. ഉടനെ തയ്യൽ അറിയാവുന്ന 3 പെങ്ങന്മാർക്ക് അവിടെ തയ്യൽ മെഷീനും ഇരിപ്പുണ്ട്. അവരോട് പറഞ്ഞു, മൂത്ത പെങ്ങളോട് ഈ മോൻ പറഞ്ഞു, ചേച്ചി എന്റെ പാന്റിന്റെ 1 ഇഞ്ച് ഒന്ന് കുറച്ച് തരാം. ചേച്ചി പറഞ്ഞു, മോനെ ഞാൻ നിന്റെ കാര്യങ്ങൾ ഡ്രസ്സൊക്കെ അലക്കി വെക്കുക, അതുകൊണ്ട് രണ്ടാമത്തെ സിസ്റ്ററോട് പറയാൻ പറഞ്ഞു. രണ്ടാമത്തെ സിസ്റ്റർ പറഞ്ഞു, ഞാൻ നിന്റെ ഫുഡൊക്കെ ക്രമീകരിക്കും. ഇളയാള് പറഞ്ഞു, എനിക്ക് ഇച്ചിരി 3 പേരും ചെയ്തില്ല. ഇവൻ വിചാരിച്ച ആരെയും പിണക്കണ്ട, രാവിലെ ഈ കൊച്ചുങ്ങൾ കണ്ടില്ലേ പാന്റ് മടക്കി വെച്ചോണ്ട് പോകുന്നേ, എന്നാ അങ്ങനെ 1 ഇഞ്ച് അങ്ങ് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മടക്കി വെച്ചിട്ട് ഉറങ്ങാൻ കിടന്ന് രാത്രി 12 മണിയായപ്പം മൂത്ത സിസ്റ്റർ എഴുന്നേറ്റ്, എനിക്ക് ഒരാങ്ങളയല്ലേ ഉള്ളൂ, 1 ഇഞ്ച് അങ്ങ് കുറച്ചു വെച്ചു. രാത്രി 2 മണിയായപ്പോ രണ്ടാമത്തെ പെങ്ങളും എഴുന്നേറ്റ് 1 ഇഞ്ച് അങ്ങ്, രാവിലെ ആയപ്പം പ്രാർത്ഥന കഴിഞ്ഞ് ഇളയ പെങ്ങൾക്ക് ഒരു കുറ്റബോധം, 1 ഇഞ്ച് അങ്ങ് കുറച്ചു വെച്ചു. എയർപോർട്ടിലോട്ട് പോകാൻ നേരം ഇത് പാൻറ്റും അല്ല ബെർമൂഡയല്ല. മക്കളെ, എത്ര ഇഞ്ചായിരുന്നു കുറയ്ക്കേണ്ടത്? എത്ര ഇഞ്ചായി ഇവര് കുറച്ച്? ആര് പറഞ്ഞു? 3 ഇഞ്ചാണോ? അല്ല, 3 പേര് എത്ര ഇഞ്ചാ കുറച്ച്? 1 ഇഞ്ചാ. പക്ഷെ പല സമയത്തായപ്പോ അത് എത്ര ഇഞ്ചായി? 3 ഇഞ്ചായി മാറി. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അറിവിലും ജ്ഞാനത്തിലും ടൈമിൽ ചെയ്യണം, കൃത്യമായിട്ട് ചെയ്യണം. ഇത് 3 സമയത്തായപ്പോഴേക്കും പ്രയോജനമില്ലാതായി മാറി. അപ്പൊ നിങ്ങളുടെ ഈ സമയം നല്ല പ്രായമാണ്. നന്നായി പഠിച്ച് ബൈബിള് വായിച്ച് തിരുവചന മാഹാത്മ്യത്തിൽ ദൈവം, ദേവാലയം, ദൈവവചനം ഒരുമിച്ച് പറഞ്ഞ് എനിക്കൂടെ ഉറക്കം വരുവാന്നല്ലോ. ഉറക്കം പറ. ബായ്ക്കലിരിക്കുന്ന ബോയ്സ് മക്കളെ, അച്ഛനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന സൗണ്ടിൽ ഒന്ന് പറഞ്ഞ് ദൈവം, പറഞ്ഞ് ദൈവാലയം, ദൈവവചനം. ഇനി എല്ലാവരോടും ഒരുമിച്ച് പറഞ്ഞ് ദൈവം, ദൈവാലയം, ദൈവവചനം. അതിൽ വളരുവാൻ എന്റെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങൾക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും നന്നായിട്ടൊന്ന് ചിരിക്കും മക്കളെ, നന്നായിട്ടൊന്ന് ചിരിച്ചേ. അച്ഛൻ ക്ലാസ് നിർത്തട്ടെ. സന്തോഷമാണല്ലോ. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.